ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഡിലീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ടാവും. അതേപോലെ ഇതുപോലെ ലോങ് പ്രൈസ് പിടിച്ചിട്ടോ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറാണ് പതിവ്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. ഇതുപോലെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിലുള്ള ഡാറ്റാസ് മൊത്തമായിട്ടും എല്ലാം മറ്റുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റോറേജ് പോവാത്തൊരു പ്രശ്നം നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിലൊക്കെ ഇതുപോലെ നമ്മുടെ സ്റ്റോറേജൊക്കെ ഫുള്ളായി കിടക്കുന്നുണ്ടാകും. ആ ആപ്ലിക്കേഷൻ്റെ ഡാറ്റാസ് മൊത്തം നമ്മുടെ ഫയലിൽ സ്റ്റോറായി കിടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ ഇനിയൊരു ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ ഇനിയൊരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. സോ അതിൽ ജസ്റ്റ് ലോങ് പ്രൈസ് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു അബൌട്ടിന് ചിഹ്നം കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും മുകളിലായിട്ട്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് അടിയിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് രണ്ട് ഓപ്ഷൻസാണ് കാണുന്നത്. ഒന്ന് ക്ലിയർ ചാർജും അതേപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ പറ്റും. ക്ലിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ക്ലിയർ ചാർജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് പോവാതെ തന്നെ നമുക്ക് ആ ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. പിന്നെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഡാറ്റാസും കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. പിന്നെ അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആ ഒരു അബൌട്ട് സെക്ഷൻ ഓപ്പൺ ചെയ്ത് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുള്ളത്, ഡിലീറ്റ് ചെയ്ത് കളയാറുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഡാറ്റാസും ഇപ്പോൾ അതിലില്ല. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നത്. ആ ഒരു ക്ലിയർ ഡാറ്റ അടിച്ചു കഴിഞ്ഞാൽ അതുപോലെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ ട്രൈ അടിച്ചേക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.